ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃപ്പയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ഗുരുവായൂർ ഡിപ്പോയിലെ ഡ്രൈവർ ബൈജു ആണ് ആക്രമണത്തിനിരയായത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തരുടെ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കളുടെ ശല്യം ഒഴിവാക്കാനാണ് മരങ്ങൾ മുറിച്ചതെന്ന് ദേവസ്വം അധികൃതർ. ലക്കിടി മിത്രാനന്തപുരത്ത് സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവല്ലോമല ഒരലാശ്ശേരി സ്വദേശി ശരണ്യ, മകൾ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ നഗരസഭയിൽ 2 മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തുവെന്നാണ് പരാതി. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. ബീച്ച് റോഡിൽ സാഹസികമായി വാഹനമോടിച്ച ഷജീറാണ് അറസ്റ്റിലായത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് ഗതാഗതക്കുരുക്ക്. മാള പൊയ്യയിൽ ഭക്ഷണശാലയ്ക്ക് തീപിടിച്ചു. മുകളിൽ കുടുങ്ങിയവരെ താഴെയിറക്കിയത് അഗ്നിശമന സേനയെത്തി. വാർത്തകളിലേക്ക് വിശദമായി. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC ബസ് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് ഗുരുവായൂരിലെ ഡിപ്പോയിൽ നിന്നും വന്ന ഷണ്ടിംഗ് ഡ്രൈവറും ഗുരുവായൂരിലെ KST എംപ്ലോയീസ് സംഘ് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ ബൈജുവിനെയാണ് തൃപ്രയാറിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ യുവാവ് മർദ്ദിച്ചത്. ബസിന്റെ പഞ്ചറായ മുൻവശത്തെ ടയർ മാറ്റുന്നതിന് മെക്കാനിക്കിനെ സഹായിക്കുന്നതിനിടെയായിരുന്നു മർദ്ദനം. ബൈജുവിനെ നിസാര പരിക്കുകളോടെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചുമാറ്റിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കളുടെ ശല്യം ഒഴിവാക്കാനാണ് മരങ്ങൾ മുറിച്ചത്. തെക്കേ നടയിൽ ആനകളെ തളയ്ക്കുന്ന ഭാഗത്തെ മാവ്, പുളി, അത്തി എന്നീ മരങ്ങളാണ് മുറിച്ചുമാറ്റിയത്. പക്ഷിശല്യത്തെ തുടർന്ന് മരങ്ങൾക്ക് താഴെ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്നാൽ പക്ഷിശല്യം പരിഹരിക്കുന്നതിന് പകരം മരങ്ങൾ മുറിച്ചുമാറ്റിയത് പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രമേശ് പുത്തൂർ പറഞ്ഞു. തെക്കേ നടയിൽ നമ്മുടെ കൂവളത്തിന്റെ തൊട്ടടുത്ത് ഒരു 4 മരങ്ങൾ, ഒരു പുളി, ഒരു മാവ്, ഒരു അത്തി, ഇത്രയും സാധനങ്ങൾ മുറിച്ച് നീക്കണ്ടായി. ഇത് പക്ഷി മൂലത്തെ നീർക്കാക്കകൾ വന്നിരുന്ന് അവിടെ പരിസരം വൃത്തിയാക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് അവിടെ ചെയ്തത്. പക്ഷെ ഈ നീർക്കാക്കകളെ ഓടിക്കാൻ പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരും പ്രകൃതി സംരക്ഷണത്തിന്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാലോചിച്ചു, ഫോറസ്റ്റിന്റെ ആൾക്കാരായിട്ട് കൂടിയാലോചിച്ചും ആ മരങ്ങൾ മുറിക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ മരം മുറിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരി. തിരുവല്ലോമല ലക്കിടി മിത്രാനന്തപുരത്ത് ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവല്ലോമല ഒരലാശ്ശേരി മണിയങ്ങാട്ട് ഉന്നതിയിലെ 29 വയസ്സുള്ള ശരണ്യ, മകൾ 5 വയസ്സുകാരി ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിന്റെ പുറകിൽ ടിപ്പർ ലോറി വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ അമ്മയുടെയും മകളുടെയും ശരീരത്തിലൂടെ ടിപ്പർ കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ശരണ്യയുടെ പിതൃ സഹോദരൻ മോഹൻദാസിന് പരിക്കേറ്റു. ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ വനം വകുപ്പിന്റെ ഡിപ്പോയിൽ തടി ഇറക്കുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി സ്വദേശി ചോമാട്ടി വീട്ടിൽ 64 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. തടി ഇറക്കുന്നതിന് കെട്ടിയ വടത്തിന്റെ കുറ്റി ബാബുവിന്റെ തലയിൽ തട്ടുകയായിരുന്നു. ബോധരഹിതനായി വീണ ഇയാളെ ഉടനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി.
15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മു എന്നിവർക്കെതിരെ കേരള കോൺഗ്രസ് എം നേതാവ് RH അബ്ദുൾ സലീമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സത്യപ്രതിജ്ഞാ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കൗൺസിലർമാർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നോ ഈശ്വരനാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ ആണ് നിയമം അനുശാസിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് ലംഘിച്ച് അള്ളാഹുവിന്റെ പേരിലാണ് രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജി തീർപ്പാക്കുന്നതുവരെ ഇരുവരെയും കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിലുണ്ട്. ചന്ദ്രാപ്പിന്നി ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചേർത്ത് കേസെടുത്തു. കേസിൽ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട സദ്ദാം എന്നറിയപ്പെടുന്ന ഷജീർ അറസ്റ്റിലായി. ഞായറാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബീച്ച് റോഡിൽ സാഹസികമായി ജിപ്സി വാഹനം ഓടിക്കുന്നതിനിടയിൽ വാഹനം മറിഞ്ഞ് പുറകിലുണ്ടായിരുന്ന ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സിനാൻ മരണപ്പെട്ട സംഭവത്തിലാണ് നടപടി. കയ്പമംഗലം SI-മാരായ TV ഋഷിപ്രസാദ്, T ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. ചേറ്റുവ ബൈപ്പാസിലെ കാന തകർന്നതുമൂലം ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾ കടന്നുപോകുന്നുള്ളൂ. ഇതുമൂലം ചേറ്റുവ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്കുണ്ടായതോടെ ഏനാമാവ് റോഡിലെ വൺ വേ ഒഴിവാക്കി ഇരുഭാഗത്തേക്കും വാഹനം കടത്തിവിട്ടു. ഇത് കൂടുതൽ ഗതാഗതക്കുരുക്കിനിടയാക്കി. ചാവക്കാട് സെന്റർ മുതൽ ഏനാമാവ് റോഡിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. ചേറ്റുവ ബൈപ്പാസിലെ കാന നിർമ്മാണം മൂലം ആഴ്ചകളോളം റോഡിന്റെ ഒരു ഭാഗം അടച്ചിരുന്നു. ഈ സമയം ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. എന്നാൽ റോഡ് പണി പൂർത്തീകരിച്ച് തുറന്നപ്പോഴാണ് കാനയുടെ സ്ലാബ് തകർന്നത്. തകർന്ന സ്ലാബ് വീണ്ടും പണിയാനായി റോഡിന്റെ ഒരു ഭാഗം അടച്ചു. ഇത് നഗരത്തിൽ വീണ്ടും ഗതാഗതക്കുരുക്കിനിടയാക്കി. നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. പൊയ്യയിൽ ഭക്ഷണശാലയ്ക്ക് തീപിടിച്ചു. KRR എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേന എത്തിയാണ് മുകളിൽ കുടുങ്ങിയവരെ താഴെ ഇറക്കിയത്. ഭക്ഷണശാല പൂർണ്ണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരിയെ മർദ്ദിക്കുകയും വാതിൽ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ മനുവാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട SHO MK ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ മോഷണ ശ്രമത്തിനിടയിൽ സ്റ്റേഷൻ റൌഡി പിടിയിൽ. എടവിലങ്ങ് സ്വദേശി പ്ലാക്കൽ വീട്ടിൽ ഫൈസലാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ മോഷണം നടത്താൻ എത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരിൽ നിന്നും ഓൺലൈൻ ബുക്കിംഗിന്റെ പേരിൽ തുക ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംരക്ഷണ സംഘടന രംഗത്ത്. സർക്കാർ സംവിധാനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളിൽ ഇത്തരത്തിൽ അനാവശ്യമായ തുക ഈടാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികളായ ഷൺമുഖൻ മായന്നൂർ, അജീഷ് ജോസഫ് എന്നിവർ അധികൃതർക്ക് പരാതി നൽകി. ഈ വിഷയം ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ അധികൃതർ മോശമായി നേരിടുന്നതായും ഇവർ ആരോപിക്കുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് അർഹമായ നീതി ഉറപ്പാക്കാൻ ഏതു തലത്തിലും പോരാടുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി. ഇരിങ്ങാലക്കുട കോന്തിപുലം പാടത്ത് മാലിന്യം നിക്ഷേപിച്ചയാളെ കണ്ടെത്തി പിഴ ചുമത്തി. പുതുക്കാട് പ്രവർത്തിക്കുന്ന ന്യൂ കട്ടൻസ് ഫുഡ് ഹബ്ബ് എന്ന സ്ഥാപനത്തിലാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ A നിസാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അന നൂലാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശങ്കരാചാര്യരുടെ ചുമർ ചിത്രത്തിന് സ്വപ്ന സാക്ഷാത്കാരമായി. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബുവും ശിഷ്യൻ ജയൻ അക്കിക്കാവും ചേർന്നാണ് കേരളീയ ശൈലിയിൽ ചിത്രം പൂർത്തിയാക്കിയത്. 6 അടി ഉയരത്തിലും 4 അടി നീളത്തിലുമുള്ള ചിത്രം അക്രിലിക് നിറങ്ങളിലാണ് പൂർത്തിയാക്കിയത്. ആൽമരത്തിന്റെ ചുവട്ടിൽ ഇടതുകൈയിൽ ഗ്രന്ഥവും വലതുകൈയിൽ വടിയും പിടിച്ച് ചിന്മുദ്രയോടെ പുലിത്തോലിൽ ധ്യാനനിരതനായിരിക്കുന്ന ശങ്കരാചാര്യരെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രം പൂർത്തിയാകാൻ 1 മാസം എടുത്തു. ഉത്തർപ്രദേശിലെ വേദാന്ത ആൻഡ് ശങ്കരാചാര്യ ഭാഷാ സ്റ്റഡി സെന്ററിൽ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി ഡോക്ടർ വിശാൽ ഡിഗ്ര പ്രയാഗിന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരച്ചത്. ചരിത്ര പുരുഷന്മാരെ ചുമർ ചിത്ര ശൈലിയിൽ വരയ്ക്കുന്നത് വിരളമാണ്. അങ്ങനെ ഒരു അവസരം തനിക്ക് ലഭിച്ചത് നേട്ടമായി കാണുന്നുവെന്ന് നളിൻ ബാബു പറഞ്ഞു. കേരളീയ ചുമർ ചിത്ര ശൈലിയിൽ ചരിത്ര പുരുഷന്മാരെ വരയ്ക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിലെ വേദാന്ത സ്റ്റഡി സെൻറ്ററിലെ വേണ്ടിയിട്ട് ശങ്കരാചാര്യരുടെ ഒരു ചിത്രം ചുമർ ചിത്ര ശൈലിയിൽ വേണമെന്ന് പറയുകയും അത് വരയ്ക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ടാകും. എൻ്റെ പ്രിയ ശിഷ്യൻ ജയൻ അക്കിക്കാവ് ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ ചിത്രം ഏകദേശം ഈ സമയത്തിനുള്ളിൽ ശരിക്കുള്ള ആ ഒരു ചിത്ര ശൈലിക്ക് അനുസരിച്ച് തന്നെ ഈ ചിത്രം വരച്ച് തീർത്തിരിക്കുന്നത്.
അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്ര രചന നടത്തിയിട്ടുള്ള നളിൻ ബാബുവിന് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്രകലാ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേല ആഘോഷത്തിന്റെ ഭാഗമായുള്ള വേലവരവും തീവ്ര നദി ആരതിയും വ്യാഴാഴ്ച വൈകിട്ട് നടക്കുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേലയുടെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പ് എരകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കേ നടയിൽ എത്തിച്ചേരും. മുൻ ശബരിമല മേൽശാന്തി അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നദീപൂജ നടത്തും. സംഘാടകരായ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ PR ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശിവദാസ് ആലക്കൽ, K ദിനേശ് രാജ, നോമി കൃഷ്ണ, ഷീല കൂട്ടുമാക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം PROയ്ക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ചെയർമാന് പരാതി നൽകി. ദേവസ്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കുന്നില്ലെന്നും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ലെന്നും പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് KUWJ തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് പരാതി നൽകിയത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി ആഘോഷവും 175 ലഹരി വിമുക്ത ഭവനങ്ങളുടെ പ്രഖ്യാപനവും അതിരൂപത സ്മരണികാ പ്രകാശനവും നടന്നു. KCBC മദ്യലഹരി വിരുദ്ധ കമ്മീഷൻ ചെയർമാനും മൂവാറ്റുപുഴ രൂപത മെത്രാനുമായ യുഹാനോൻ മാർ തിയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. എഡിറ്റർ ലിൻഡോ ഫ്രാൻസിസ് അതിരൂപത സ്മരണിക പരിചയപ്പെടുത്തി. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, ഫാദർ G സക്കര പറ്റിയേക്കൽ, CK ജോർജ്, സെക്രട്ടറി മേരി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം പെട്ടെന്നില്ലാണ്ടായ ഏതൊരച്ഛനും എങ്ങനെയാ സഹിക്കുക? മക്കളെ സ്നേഹിച്ച ഭ്രാന്തനാവോ? ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടറിന്റെ പ്രകാശനം MLA KK രാമചന്ദ്രനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രനും സംയുക്തമായി നിർവഹിച്ചു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, മേളപ്രമാണി പഴുവിൽ രഘുമാരാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ ആദൂർ സ്വദേശി ചിറ്റിയത്ത് വീട്ടിൽ ബിധുനാണ് അറസ്റ്റിലായത്. കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്കാണ് ഇയാളെ നാടുകടത്തിയത്. ഉത്തരവ് നിലനിൽക്കെ ആദൂരിലെത്തിയ ബിധുനെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണങ്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സൈറ്റ് റിസോർട്ടിലെ ജീവനക്കാരനായ വെറ്റിലപ്പാറ സ്വദേശി മേച്ചേരി വീട്ടിൽ ബിജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. അതിരപ്പള്ളി SHO മനീഷ് പൗലോസ്, SI മാർട്ടിൻ, ASIമാരായ ഷിജു, ഷാജു, CPOമാരായ വിപിൻ, സഹദേവൻ, ശ്രീകുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മണിയൻകിണർ ഉന്നതിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സന്ദർശനം നടത്തി. ഉന്നതി നിവാസികളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് മന്ത്രിയും കളക്ടറും ഉറപ്പു നൽകി. ഉന്നതിയിൽ പട്ടികവർഗ വിഭാഗക്കാരുടെ 84 വീടുകളാണുള്ളത്. ഇവയിൽ പലതും കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായവയാണ്. വീടിന് മുകളിലേക്ക് മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നതിനാൽ അപകടാവസ്ഥയിലാവുകയുമുണ്ട്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടി കൈക്കൊള്ളണമെന്ന് മന്ത്രി വനം വകുപ്പിന് നിർദ്ദേശം നൽകി. വീടുകളുടെ പുനരുദ്ധാരണത്തിന് നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും മന്ത്രി നിർദ്ദേശിച്ചു. അന്തിക്കാട് KGM LP സ്കൂൾ വിദ്യാർത്ഥികളുടെ ബിനി ബോൺ നത്താലെ നാടിൻ്റെ ആഘോഷമായി. ക്രിസ്മസ് പാപ്പായുടെ വേഷമണിഞ്ഞെത്തിയവരുൾപ്പെടെ 600ഓളം കുട്ടികളാണ് അന്തിക്കാടിൻ്റെ ഗ്രാമവീഥികളെ ആഘോഷ നൃത്തം വെച്ചത്. 200 കുട്ടികൾ ക്രിസ്മസ് പാപ്പയുടെ വേഷമണിഞ്ഞു. 100 കുട്ടികൾ നർത്തകരായി വഴിയരികിൽ നിന്ന നാട്ടുകാർക്ക് ക്രിസ്മസ് ആശംസകൾ നൽകി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി മാലാഖമാരും ആട്ടിടയരും പാപ്പമാരും പോലീസുകാർക്ക് ക്രിസ്മസ് ആശംസകൾ നൽകി. സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 3 വയസ്സുകാരി ദേവികയും വാർഡ് മെമ്പർ CK കൃഷ്ണകുമാറും ചേർന്ന് നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഡിഒ ജോർജ്, വൈസ് പ്രസിഡന്റ് അജിഷ അൻവർ, MPTA പ്രസിഡന്റ് സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു.
യൂബർ ടാക്സിയുടെ മറവിൽ രാസലഹരി കേരളത്തിലേക്ക് കടത്തുന്ന മൊത്ത വിതരണക്കാരൻ പിടിയിൽ. രാമനാട്ടുകര സ്വദേശി നേവി അതുൽ എന്ന അതുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നും MDMA പിടിയിലായ പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയ മൊത്ത വിതരണക്കാരനാണ് ഇയാൾ. ചേരുംകുഴി ആശാരിക്കാട് ട്രസ് പണിക്കിടെ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആശാരിക്കാട് വെള്ളച്ചാൽ സ്വദേശി പള്ളിക്കുന്നേൽ വീട്ടിൽ ആന്റണിയുടെ മകൻ മോനായി എന്ന് വിളിക്കുന്ന 33 വയസ്സുള്ള രഞ്ജുവാണ് മരിച്ചത്. ട്രസ് പണിക്കിടെ താഴെ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രഞ്ജു 1 മാസത്തോളം തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാന പള്ളി സെമിത്തേരിയിൽ നടത്തി. കിടപ്പ് രോഗികളുടെ അഭയകേന്ദ്രമായ തൃശൂർ പെരിങ്ങണ്ടൂർ പീസ് ഹോമിൽ ബെത്ലഹേം എന്ന പേരിൽ സംഘടിപ്പിച്ച ഉപകാരികളുടെ സംഗമവും ക്രിസ്തുമസ് ആഘോഷവും വർണ്ണാഭമായി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, സേവ്യർ ചിറ്റലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭ മുൻ ചെയർമാൻ PN സുരേന്ദ്രൻ, കൗൺസിലർ മധു അമ്പലപുരം, മദർ ജനറൽ സിസ്റ്റർ LC ഇല്ലിക്കൽ, ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഫാദർ ജോബി കടപ്പൂരാൻ, ഫാദർ അനീഷ് ചിറ്റലപ്പള്ളി, പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി, സുപ്പീരിയർ സിസ്റ്റർ ആലീസ് പഴയവീട്ടിൽ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അതിരൂപത ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പീസ് ഹോം, മേഴ്സി ഹോം, ഗ്രേസ് ഹോം എന്നിവിടങ്ങളിലെ കുട്ടികളുടെ ബോൺ നതാലെ ഡാൻസും കരോൾ ഗാനങ്ങളും ആഘോഷങ്ങൾക്ക് മിഴിവേകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,400 രൂപ, പവന് 99,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ഗുരുവായൂർ ഡിപ്പോയിലെ ഡ്രൈവർ ബൈജുവാണ് ആക്രമണത്തിനിരയായത്. ഗുരുവായൂർ ക്ഷേത്രനടയിലെ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തരുടെ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനാണ് മരങ്ങൾ മുറിച്ചതെന്ന് ദേവസ്വം അധികൃതർ. ലക്കിടി മിത്രാനന്തപുരത്ത് സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവല്ലോമല ഒരലാശ്ശേരി സ്വദേശി ശരണ്യ, മകൾ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ നഗരസഭയിൽ 2 മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തുവെന്നാണ് പരാതി. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. ബീച്ച് റോഡിൽ സാഹസികമായി വാഹനമോടിച്ച ഷജീറാണ് അറസ്റ്റിലായത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് ഗതാഗതക്കുരുക്ക്. മാള പൊയ്യയിൽ ഭക്ഷണശാലയ്ക്ക് തീപിടിച്ചു. മുകളിൽ കുടുങ്ങിയവരെ താഴെയിറക്കിയത് അഗ്നിശമന സേനയെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.